70ഓളം പ്രയാസങ്ങള്, 70ഓളം പരീക്ഷണങ്ങള്, 70ഓളം ബുദ്ധിമുട്ടുകൾ അല്ലാഹു തട്ടിക്കളയോ നിങ്ങൾ കൊടുത്ത സ്വതക്ക കാരണം കൊണ്ട്. ഖാല റസൂലുള്ളാഹ്. അതുകൊണ്ട് ബക്കറ്റ് വരുമ്പോ മറക്കണ്ട, അള്ളാഹു കൊടുത്തതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. പറഞ്ഞു വന്നത് ബാല്യക്കാർ മുന്നിൽ വേണം, എല്ലാ കാര്യത്തിലും ബാല്യക്കാർ മുന്നിൽ വേണം. അവരാണ് ഞങ്ങളുടെ ധൈര്യം, അവരാണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ധൈര്യം, അവരാണ് ഈ സമാജത്തിന്റെ ഏറ്റവും വലിയ ബറവസ്, അവരാണ് ഹബീബായ നബി തങ്ങൾ പ്രാർത്ഥിക്കപ്പെട്ട കൂട്ടര്. ഇല്ലേ, ബദർ യുദ്ധം നടക്കുമ്പോ ഇങ്ങനെ ബക്കറ്റ് പിടിച്ചോറൊന്ന് എന്നെ നോക്കിയാവല്ലേ, ആ ബക്കറ്റ് പിടിച്ചോറൊന്ന് എന്നെ നോക്കിയാവല്ലേ, പ്ലീസ് എന്നെ നോക്കിയാവല്ലേ. അവർ ഇടാതിരിക്കട്ടെ, നിങ്ങ നേരെ പോണാവല്ലേ. നിങ്ങ ആരും ഇങ്ങനെ ഈ ഇന്ത്യന്റെ കൊടി കാട്ടുന്ന പോലെ ഓട്ടിക്കൊണ്ട് പോകണം. നേരെ ചന്തത്തിൽ ഉള്ളവരിടും, എല്ലാവർക്കും ഇടാനുള്ള ഭാഗ്യം ഉണ്ടാവാൻ. അത് പറയും പൈസ എല്ലാവരിലും ഉണ്ട്, പൈസ ആരിലില്ലാത്ത, പക്ഷെ ആ കൊടുക്കാനുള്ളൊരു തൗഫീഖില്ലേ, അത് വലിയ തൗഫീഖാണ്. അത് എല്ലാവർക്കും ഇല്ല, അത് ചില കൈകൾക്ക് മാത്രമാണ്. ആ കൈയാണ് യദുൽ ഉല്യ, പരിശുദ്ധ ഖുർആൻ. അതാണ് ഉന്നതമായ കൈ. അല്ലാഹു കൊടുത്തതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. ആ കൊടുത്ത സ്വതക്കാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളിലും വേണ്ടപ്പെട്ടവരിലുമുള്ള രോഗങ്ങൾ അല്ലാഹു മരുന്നില്ലാതെ ശിഫയാക്കട്ടെ. ഞാൻ ഏടെ പറഞ്ഞിട്ട് നിർത്തിയ ബാല്യക്കാർ നിങ്ങൾ നോക്കൂ. ബാല്യക്കാർ മുന്നിൽ നിന്നപ്പോ ദീനിന്റെ യശസ് ഉയർന്നിട്ടുണ്ട്. ദീനിന് എല്ലാ വിജയ പതാകയും പാറിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാല്യക്കാർ ഗഡിപിടിയാക്കാൻ തീരാ, ബാല്യക്കാർ കല്ലെറിയുന്നവരാവാൻ തീരാ. ബാല്യക്കാർ നല്ല ഈമാനികമായ ചിന്തയില്, ഈമാനികമായ വേഷത്തില്, ഈമാനികമായ ആരാധനകളില്, ഈമാനികമായ സംസ്കാരത്തിൽ ജീവിച്ചിട്ട് മുന്നിൽ നിന്നാൽ പിന്നെ നാട്ടുകാർക്ക് വലിയ ഗുണമാണത്, ദീനിന് വലിയ ഗുണമാണത്, സമാജത്തിന് സമുദായത്തിന് വലിയ ഗുണമാണത്. ബാല്യക്കാർ നേരെ അവരാണ് ധൈര്യം. അവർ തന്നെ പീസ് പോയെങ്കിൽ ഇനി ഉമ്മത്ത് ആരമേല വറവസ വെക്കണ്ടിയേ. അതിന്റെ അർത്ഥം റോട്ടിൽ പോയിട്ട് കല്ലെറിയണമെന്നല്ല, കല്ലെറിയുന്നോ നല്ല ബാല്യക്കാരനുമല്ല. ഓൻ കല്ലെറിയാനെ പഠിച്ചു, ഓൻ സുബഹിസ്കരിച്ചിട്ടുണ്ടാവല്ല. ഈ റബീലവല്ല നല്ല കാണും, യാ റബ്ബേ ചില ബാല്യക്കാർ വീട്ടിലെത്തുന്നു അപ്പുറം വാടക്ക് ഇതിനപ്പുറം അമ്പള വെട്ടത്തേക്ക് നബിദിന ജാഥ പോകുമ്പോ ബാല്യക്കാർ പച്ച റിബൻ നെറ്റിക്ക് കെട്ടിയിട്ട് യാ നബി സലാം അലൈക്കും എറിയുന്നുണ്ട് സലാത്ത് പോ, പച്ച റിബണ് കെട്ടിയിട്ട് എന്ത് കൂറ്റി എന്ത് കൗജി, നല്ല കാര്യം തന്നെ. പക്ഷെ ഓനെ വിളിച്ചിട്ട് മെല്ലെ കേൾക്കണം, സുബൈ ഒരു വാറയില്ല. അപ്പൊ അതിന് കൂലിയില്ലേ? കൂലിയുണ്ട്, പക്ഷെ മുന്നേ ചെയ്യേണ്ടത് ഇത്. അതിന് കൂലിയില്ല എന്ന് പറയുന്നില്ല, അതിന് കൂലിയുണ്ട്. അത് ഞങ്ങളെ നൂതനവാദി ദുർവ്യാഖ്യാനാക്കുന്ന കൂലിയില്ല, അത് ശരിയല്ല. അതിന് കൂലിയുണ്ട്, പക്ഷെ അതിനേക്കാളും വലിയ കാര്യമാണ് ഈ ഫർള്. ഇത് ഇല്ലാതെ പോയാൽ ഒരു വേള നാളെ ആഖിറത്തിൽ ഇതിന്റെ കൂലി പോലും കിട്ടാതെ പോകോ. അതുകൊണ്ട് ജാഗ്രത. നിസ്കാരം ഫർളാൻ, നോമ്പ് ഫർളാൻ, അതൊക്കെ നിർബന്ധമായ കാര്യമാണ്. ഇരിക്കട്ടെ, ബാല്യക്കാർ കുത്തുനിന്നെങ്കിൽ, അവർ നന്നായെങ്കിൽ, അവർ ക്ലിയർ ആയെങ്കിൽ, അവരവരുടെ ആ പ്രായം അല്ലാഹുക്ക് പൊരുത്തപ്പെട്ട നിലക്ക് ജീവിച്ചു പോയെങ്കിൽ പിന്നെ ഈ സമാജം പേടിക്കണ്ട, ഈ നാട്ടുകാർക്ക് ബേജാറാവണ്ട, ഈ ഉമ്മത്തിന് തലകുണിക്കേണ്ടി വരല. ഹംസത്തുൽ ഖറാർ ബദർ യുദ്ധം നടക്കുമ്പോ ശത്രുക്കൾ അബൂജഹലിന്റെ ഭാഗത്തും കിണറുണ്ട്, വെള്ളമുണ്ട്. പക്ഷെ അവർ എന്തൊക്കെയോ പസ്റ്റന്റെ പോയിട്ട് താഴ്ഭാഗത്തുള്ള കിണർ കയ്യിലാക്കി. കുന്നിന്റെ താഴെയുള്ള കിണർ, അവിടെ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, കിണറുമുണ്ട്. അതിനോർ ഫസ്റ്റ് കയ്യിലാക്കി. എന്തേ താഴെയുള്ള മീറ്റുള്ള ചിലപ്പോ ആറും, പിന്നെ 3 വെള്ളം കുടിക്കും, 4 വെള്ളം ഉണ്ടാവില്ല. അപ്പൊ അത് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ അങ്ങ് പോകുന്ന വേണ്ട, ഇവിടെ നിന്ന് മീത്ത് സഹാബത്തും റസൂലുള്ളാഹി തങ്ങളും ബദറിന്റെ കുന്നിന്റെ മുകളിലാണ് തമ്പടിച്ചത്. അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു വെള്ളക്കിണർ, ചെറിയൊരു കിണർ, അവിടെ ആ സഹാബത്തും റസൂലുള്ളാഹിയും ഉളു എടുക്കുന്നു, കുളിക്കുന്നു. അവർക്ക് വേറെ വെള്ളമില്ല. നോക്കൂ നിങ്ങൾ, അള്ളാന്റെ ഒരു പടച്ചറപ്പിന്റെ ഒരു സഹായം, ഹബീബായ നബി തങ്ങളുടെ മോജിസത്ത്, സഹാബത്തിന്റെ കറാമത്ത്, ഈ ദീനിന്റെ ഇസ്സത്ത്. അന്ന് രാത്രി മഴ വന്നു. മഴ വന്നിട്ടാകുമ്പോ എന്താ അറിഞ്ഞ 2 കിണറും ഫുള്ളായി. പക്ഷെ മീറ്റലത്തെ കിണർ വെള്ളം കൊണ്ട് ഫുള്ളായി. താഴെയുള്ള കിണർ ചെളിയും മണ്ണും ചേറും കച്ചറും പ്ലാസ്റ്റിക്കിന്റെ തൊട്ടയും ലൈസിന്റെ തൊട്ടയും എല്ലാം നിറഞ്ഞിട്ട് ഫുള്ളായി. ഉസ്താദെ, അന്നേ ലൈസി ഉണ്ടെന്ന് എനിക്ക് കേട്ടിട്ടുണ്ട്. നാളെ അങ്ങനെ വരുവാനി
ഞങ്ങൾക്ക് തിരിയാൻ വേണ്ടി ചെല്ലിയത്, നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി നിങ്ങൾ ചെല്ലെങ്കിൽ പിന്നെ കുറെ ആയത്തോതണ്ടല്ലേ ആണ്. ഇതെല്ലാം അതൊരു കച്ചറായിട്ട് ഫുള്ളായി. അപ്പൊ ഓർക്ക് തുടങ്ങി ഇത് ശരിയല്ല, ഞങ്ങൾക്കത് വേണം. അങ്ങനെ ഇവർ വാളും പിടിച്ച്, വാളും കുന്തവും ചാട്ടുളിയുമെല്ലാം പിടിച്ചിട്ട്, ഊരി പിടിച്ച വാളും പിടിച്ചിട്ട് ഹബീബായ നബി തങ്ങളുടെ കിണറിന്റെ അടുത്തേക്ക് നീങ്ങിയപ്പോ ആ കൂട്ടത്തിൽപ്പെട്ട സഹാബത്ത് പതുങ്ങി, അവർ ഒന്ന് പരുങ്ങി, അവർ പേടിച്ചു പോയി. കാരണം ഇവർ 1000-ഓളം പേരുണ്ട്, 1000-ലേറെ പേരുണ്ട്. എല്ലാ നിലക്കുള്ള അസ്ത്രങ്ങളുണ്ട്, ശസ്ത്രങ്ങളുണ്ട്, ശസ്ത്രസജ്ജിതരാണ്, എല്ലാ ആയുധങ്ങളുമുണ്ട്, ശക്തരാണ്, എല്ലാം കൊണ്ടും അവർ ഉഷാറാണ്. അവരോട് നേരിടാനുള്ള കെൽപ്പോ ത്രാണിയോ ശക്തിയോ അവർക്കില്ല. സഹാബത്ത് ഒരിത്തിരി പേടിച്ചു പോയി. അവർ അങ്ങ് ബാക്ക് വലിഞ്ഞ നേരം, അവർ ഒന്ന് പിന്നോട്ട് നീങ്ങിയ നേരം, ഇവരെ വരവ് കണ്ടിട്ട് ഒരിത്തിരി പേടിച്ചു പോയ നേരം, ആ സഹാബികളെ കൂട്ടത്തിലുള്ള ചുറുചുറുക്കുള്ള ബാല്യക്കാരനായിരുന്ന ഹംസത്തുൽ ഖറാർ, ഹംസത്തുൽ ഖറാർ وبحمزة القرار أم المصطفى حسد الإله وسيد الشهداء. പറയപ്പെട്ട ഹംസത്തുൽ ഖറാർ സഹാബികളുടെ കൂട്ടത്തിൽ ചെറുപ്പക്കാരനാണ്, ധീരനാണ്, ശൂരനാണ്, എല്ലാം കൊണ്ടും നല്ല ബാല്യക്കാരനാണ്. ഈ ശത്രുക്കളതാ നബി തങ്ങളെ കിണറിന്റെ അടുത്തേക്ക്, വെള്ളത്തിന്റെ അടുത്തേക്ക്, ഹൗലിന്റെ അടുത്തേക്ക് ഊരിപ്പിടിച്ച വാളുമായിട്ട് വെള്ളമെടുക്കാൻ വരുന്നു എന്നറിഞ്ഞപ്പോ, അവരുടെ വരവ് കണ്ടപ്പോ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ആ സഹാബികളെ കൂട്ടത്തിൽ നിന്ന് ഒറ്റക്ക് ഇറങ്ങി വന്നു, ധൈര്യത്തോടെ ഇറങ്ങി വന്നു. ഇത് നബി തങ്ങളെ ഹൗലാണ്, ഇത് നബി തങ്ങൾക്കുള്ള വെള്ളമാണ്, ഇതിനെ തൊട്ടുപോകരുത്, ഇതിന്റെ അടുത്ത് വന്നു പോകരുത്. അങ്ങനെ തൊടണമെന്ന്, വെള്ളം എടുക്കണമെന്ന് ആശയുണ്ടെങ്കിൽ അവനൊന്ന് ഇങ്ങോട്ട് വരട്ടെ, ഞാനൊന്ന് കാണട്ടെ. ഉമ്മാന്റെ മുലപ്പാല് കുടിച്ച ആണുങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ, കൈക്ക് തണ്ടും ഫലവും ഉള്ളവരുണ്ടെങ്കിൽ, ആണായി പിറന്നവരുണ്ടെങ്കിൽ, എന്റെ ഹബീബിന്റെ വെള്ളം തൊടാൻ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് വന്നോട്ടെ, ഞാനൊന്ന് കാണട്ടെ. ഇല്ല, എന്റെ ജീവന് കൊക്കുള്ള കാലത്തോളം, എന്റെ കൊക്കിന് ജീവനുള്ള കാലത്തോളം നിങ്ങളെ തൊടാൻ അനുവദിക്കില്ല. ധൈര്യമുണ്ടെങ്കിൽ വന്നോളൂ, ഞാനൊന്ന് കാണട്ടെ. വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തമ്പിയാസ് വദിലി മാറടാ, വള്ളൽ നബി മഹമൂദ് ഹൗലിന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ. ആരുണ്ടാകാനുള്ളവർ തന്നെ കോരാ. മഹാനായ, ധീരനായ, ശൂരനായ, നല്ലവരിൽ നല്ലവനായ ഈ ദീനിന്റെ ബെണ്ണളുവായി ബർവസയായി നിന്ന ഹംസത്തുൽ ഖറാർ എന്ന ചെറുപ്പക്കാരന്റെ ധൈര്യത്തിന്റെ മുമ്പില്, ആ നല്ല നടപ്പിന്റെ മുമ്പില്, ആ നല്ല സംസ്കാരത്തിന്റെ മുമ്പില്, ആ ഈമാനിന്റെ മുമ്പില് ശത്രുക്കളതാ പതറിപ്പോയി, അവർ പിൻവലിഞ്ഞു, അവർ മാറി. അതാണ് ഇസ്ലാമിലെ യുവാക്കള്, അവരാണ് ഈ ഉമ്മത്തിന്റെ മാതൃക. അവരെ പോലെ ആകണോ ചെറുപ്പക്കാര്. അതുകൊണ്ട് സമൂഹമേ, തെറ്റിലേക്ക് പോവല്ലേ, കള്ള് കഞ്ചാവിലേക്ക് പോവല്ലേ. പൊന്നുമോള്, നിന്നോടും പറയട്ടെ, അല്ലാഹനെ മറന്നിട്ട് നിന്റെ ചന്തം കാട്ടല്ലേ. ആണുങ്ങളെക്കാട്ടും പഠിച്ചുപോയി ഞങ്ങളെ പെണ്ണുകിടാക്കും. ആണിന് പിന്നെയും കുറച്ച് ചങ്കിയുണ്ട്, നാണമുണ്ട്, പെണ്ണിന് ഇന്ന് തീരെയില്ല. നിങ്ങൾ നോക്കൂ, സ്കൂള് കോളേജെല്ലാം വിട്ടെങ്കില്ലേ മറ്റോന്റെ പെണ്ണുകിടാക്കില്ല. ലക്ഷ്മിന്റെ മോള്, പാർവതിന്റെ മോള്, ജോസഫിന്റെ മോള്, മാത്യുവിന്റെ മോള് 4-5 മണിയാകുമ്പോ വർക്കെത്തിച്ചായി വെറലത്ത് കുംകുണാജക്കും. ഞങ്ങളെ പാത്തുമ്മാന്റെ മോള്, ആചാരമോള്, അത് ഇപ്പോഴും ബസ് സ്റ്റാൻഡിൽ തന്നെ, മണി 7:30 ഇപ്പോഴും ബസ് സ്റ്റാൻഡിൽ ചീല ഇട്ടിട്ട് ഇങ്ങനെ ഞളമളാന്നാക്കുന്നാടിയിരുന്നു. ബസ്സിൽ പോകുമ്പോ മറ്റോരെല്ലാം നല്ല മര്യാദക്ക് ഇരുന്ന് കേൾക്കുമ്പോ പെണ്ണുങ്ങൾക്ക് ചൂടാവും. ചില പെണ്ണുങ്ങ ആരുമല്ല നിങ്ങളെ മക്ക, നിങ്ങക്ക് തിരിയുന്നല്ലേ, ഞാൻ ചെന്ന് തിരിയുന്നല്ലേ, നിങ്ങളെ കിടാക്ക എന്താക്കുന്നത് നിങ്ങൾ നോക്കണം. പോയിട്ട് ഒന്ന് ബസ്സിന്റെ ബാക്ക് സീറ്റിൽ നിങ്ങൾ കയറണോ, ഒന്ന് ബസ് സ്റ്റാൻഡിന്റെ ബാക്കിൽ പോയിട്ട് നിൽക്കണോ, കോളേജിൽ പോയിട്ട് ഇടക്കിടക്ക് കേൾക്കണോ, ഒന്ന് മംഗലാപുരത്തിൽ ഒന്ന് പോയി നോക്കണോ. അപ്പൊ മനസ്സിലാവും അത് എന്റെ കിടാവ് വാപ്പം ബാക്ക്
ബെർലിട്ടും കടിക്കാലാന്ന്. ബെർലിട്ട് നോക്കൂ, ബെർലല്ല റട്ടനോടത്തോളം കടിക്കോ. എന്റെ കിടാവ് പാപ്പം. എന്ത് പാപ്പോ? ഏത് കിടാവ് പാപ്പോ? അത് പണ്ടത്തെ കിടാവ്. പണ്ട് കിടാവിന്റെ വാപ്പ ചെല്ലി, മോനെ നിന്നെ ഞാൻ അർക്കുനിക്കിനോ കണ്ണുമ്മ ഇസ്മായിലെ, നിന്നെ അർക്കുനിക്കിനോ കണ്ണറ, എന്താ നിന്റെ അഭിപ്രായം? അപ്പൊ ഇസ്മായിൽ എതിർന്നിട്ട് ഇല്ലെന്ന് പറഞ്ഞ വാപ്പാന്റെ വാപ്പ നിങ്ങൾ എന്ത് ടെൻഷൻ ആക്കണ്ട, ബേജാറാക്കണ്ട വാപ്പ, നിങ്ങളോട് എങ്ങനെ ചെല്ലിനെ അതുപോലെ അർത്തോളി, ഞാൻ റെഡി, കിടന്നിട്ട് തരാൻ. അന്ന് 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 ഇന്ന് ഇന്ന് ബാപ്പ ഇബ്രാഹിം ഇസ്മായിലിനെ വിളിക്കട്ടില്ല. എന്താ ഇസ്മായിലേ എന്റെ ബാപ്പ, നിന്നെ ഞാൻ ഇന്നലെ അർക്കുനിക്കിനോ കണ്ണിറഞ്ചില്ലെങ്കിലേ അപ്പ ഇസ്മായിൽ ഇബ്രാഹിം ചെല്ലലി, ബാപ്പ നിങ്ങളെ വെടി വെച്ചിട്ട് കൊല്ലണം, ഞാനും കണ്ണകിനാവും. മുഹമ്മദ് റാഫി പാടിയ പോലെ സമാന ഖറാബ്, സമാന ഖറാബ് ഹേ ബേനിഖാബ് നിക്കുലോന, സമാന ഖറാബ് ഹേ. 1978 കാലത്തില് മുഹമ്മദ് റഫി പാടിയ പാട്ടാണ്. മാസ്ക് എന്തു ഇടാണ്ട് മൂടുപട ഇടാണ്ട് പുറത്തേക്ക് പോയിരുന്ന നാട് വിടക്കായി നന്നായിട്ട് ചെല്ലിന് കറാമത്തുണ്ടായില്ല, നമുക്കറിയാല. ഏതായാലും സംഗതി നേറിപ്പോ, സംഗതി നേറി. അപ്പൊ എന്റെ കിടാവ് പാപ്പം പാപ്പം ചുറ്റും ഉണ്ടാണ്ടിരിക്കണ്ട, കുറച്ച് നല്ല മയത്തിലുമാണ്, തിരിച്ചത്തിലുമാണ്, അരിസത്തിലല്ല. എപ്പോഴും നിന്നില്ലേ നിന്നില്ലേ, നീ ഇങ്ങനെ കാർഗിലിന്റെ കമാൻഡറിന്റെ സ്റ്റൈൽ എടുക്കണ്ട, നീ ഒരു പിരിസത്തിൽ പെരുമാറും. ഏത് കിടാവും നേരം ഇത് ഞമ്മ എപ്പോഴും ചില മക്കില്ല പെറിന്റെ എൻട്രൻസിൽ വരുന്നേ ഇല്ല. ആണ്ടുമ്പോഴും പരക്ക വെക്കുന്ന കിച്ചന്റെ സൈഡില ആണ്ടുമ്പോഴും കേൾക്കുമ്പോ ചെല്ലാൻ പറഞ്ഞു, എതിർല് ബാപ്പ ഉണ്ട്, എതിർല് ബാപ്പ ഉണ്ട്. ബാപ്പന്റെ കരടിയ, പാപ്പ കരടിയല്ല, കരടിന്റെ ടൈപ്പ്. ഒരു നല്ലൊരു ചിരിയില്ല, ഒരു വിഷയില്ല, ഒരു മുണ്ടളില്ല. ഇനി എപ്പൊന്നും മുണ്ടി അങ്ങനെ നീ എന്താക്കിയ ആ അണ്ണാക്കിന്റെ ഉള്ളിൽ നിന്ന് ബലിക്കുന്ന ബലിക്കേക്കും ഓൻ എന്നെ തോന്നി പോയടത്തന്നെ പോയറിയാൻ പന്ത്രണ്ട് വേണ്ട. അങ്ങനല്ല, ആ നിലക്കല്ല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, 7 വയസ്സ് വരെ നിങ്ങളെ കിടാവിന്റെ തെറിൽ കിടാവന്നാവണം. കിടാവിന്റെ ഒക്കെ കളിക്കണോ, കിടാവിനെ ഇക്കിളിയാക്കണോ, കിടാവ് നിങ്ങളെ ഇക്കിളിയാക്കും, ചിരിപ്പിക്കൂ, നിങ്ങൾ ചിരിപ്പിക്കണോ, കിടാവ് എറിയോ, നിങ്ങൾ എറിയണോ, നിങ്ങൾക്ക് കളിക്കണോ, എല്ലാം ആക്കണോ. 7 വയസ്സ് വരെ. പിന്നെ 7-ന് 7 കൂട്ടണം. അപ്പൊ എല്ലാം ഞാൻ കൂട്ടണം. പയ്യ പോകുമ്പോ 15 വരുന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ കഴിയാ. 7-ന് പിന്നെ 7 കൂട്ട് 14 വയസ്സ് വരെ നിങ്ങൾ കിടാവിനോട് നല്ല അതവുള്ളൊരു ബാപ്പയാകണോ, നല്ലൊരു തിരിച്ചത്തിൽ പെരുമാറുന്ന ഒരു കൂട്ടുകാരനാണ്, ഒരു കളി കൂട്ടുകാരൻ. ഈ 14 വയസ്സ് കഴിഞ്ഞ ശേഷം പിന്നെ നിങ്ങൾ ബാപ്പാന്റെ സ്റ്റൈൽ എടുക്കണോ. അതിന്റെ അർത്ഥം ഏക്കർ റൈഫിളും ലാറ്റും പിടിക്കണമെന്നല്ല, നിങ്ങൾ കുറച്ചെല്ലാം ചെല്ലിറ്റും പിടിച്ചിട്ടെല്ലാം കൊടുക്കണോ. പള്ളിക്ക് വരുമ്പോ കിടാവിനെ കൊണ്ടുവരണോ, ബജാർക്ക് മക്കാമിന്റെ അവിടെ സിയാറത്തിന് പോകുമ്പോ കൊണ്ടുപോകണോ, വയലിന് വന്നങ്ങ് വിളിച്ചോണ്ട് വരണോ, അടുത്തുള്ള കസാലിൽ എന്നെ ഇരുത്തിക്കൊള്ളണോ. മോനെ നീ ബോട്ടി മേങ്ങിട്ട് അവിടെ തിന്ന്, ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല, നിങ്ങൾ മാത്രം സ്വർഗത്തിലേക്ക് വന്നെങ്കിൽ മതിയാല. കിടാവിനും കൊണ്ടുവരണം. പിന്നെ ബോട്ടി മേല് കൊടുക്കണം. ബോട്ടി 1 അല്ല 2. എന്തിയല്ല സാധനത്തിന് എന്തിയല്ല നിങ്ങൾ ആടിന്റെ ബോട്ടി അല്ല. അല്ല ഞാൻ ചെറുത് കേട്ട ആ മഞ്ഞ സാധന തെറ്റിട്ടാ. അത് മേടിച്ച് കൊടുക്കണോ. ഇത് അതിനായിട്ട് ഈട് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് ഞങ്ങളുടെ നാടിന്റെ ഏറ്റവും വലിയ ബർക്കത്തും ഇസ്സത്തും കറാമത്തും ഏറ്റവും വലിയൊരു മഹത്വം പറഞ്ഞ ഇതന്നെയാണ്. ബാല്യക്കാരെ ഒരു ഒത്തൊരുമ, നാടിന്റെ നേതൃത്വത്തിന്റെ ഒരു മഹിമ, ഞങ്ങളെ മജ്ലിസിന്റെ ഒരു ചേല്, ഇരുന്നവരെല്ലാം നല്ല അടക്കത്തില് അച്ചടക്കത്തില്. ചിലയിടത്തെല്ലാം ആകെ ഉള്ള 19 ആള് കൂറ്റും കൗച്ചും കേൾക്കുമ്പോ വിചാരിക്കണോ കുംഭമേള. ആകെ കൂടിന 19 ആള് കൂറ്റും കൗച്ചും കണ്ടെങ്കില് ഒരു ഭാഗത്ത് കിടാക്കളെ ചെറുമുരി, പിന്നെ ഒരു ഭാഗത്ത് കിടാക്കളെ മിക്സർ, പിന്നെ ഒരു ഭാഗത്ത് ബാല്യക്കാരുടെ പൊറാട്ട, അതിന്റെ ഇടയ്ക്ക് പെണ്ണുങ്ങളെ പഞ്ചാരിക്ക വേറെ. ഉമ്മാമാക്ക് ഷുഗർ പറഞ്ഞു ഞാൻ അത് കേൾക്കാൻ കൂടെ വരണം. ഫെബ്രുവരി 21 ഇത് കൂടെ വരണം. ഈട് അൽഹംദുലില്ലാ അങ്ങനത്തെ വിഷയം ഒന്നും ഇല്ല. അല്ലാഹു ഇതിനേക്കാളേറെ ചന്തത്തില് ഞങ്ങളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി ഇതിന്റെ കൂലി അല്ലാഹ് ഞങ്ങൾക്ക് തരുമ്പോ അതിന്റെ ഒരംശം പോലും കുറക്കാതെ അതിന്റെ കൂലി, അതിന്റെ മിഥിലി തവാബ് ഞങ്ങളെ ഉമ്മാക്കും ബാപ്പാക്കും പള്ളിപ്പറമ്പിൽ മരിച്ചു കിടക്കുന്നവർക്കും എല്ലാ മൂമിനാത്തുകൾക്കും അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഞാൻ പ്രസംഗിക്കാൻ നിന്നിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞാൽ വന്ന് ഇൻഷാ അല്ലാഹ് മണി 12 ആവാനായി. നിങ്ങളെ ഇരുത്തി കണ്ടിട്ടാകുമ്പോ എനിക്ക് ഒരു 10 മിനിറ്റ് ആയ പോലെ തോന്നിയിട്ടില്ല. സമയം ഭയങ്കര സ്പീഡിൽ പോകുന്നു. അല്ലെങ്കിൽ സ്പീഡിൽ പോ അല്ലേ അല്ലേ. പണ്ടെല്ലാം നോമ്പാവണമെങ്കിൽ 1 കൊല്ലം പിടിക്കുന്നു. കഴിഞ്ഞ റമളാനിന് ബൈക്ക് ഈ കൊല്ലം റമളാനാവണമെങ്കിൽ
കറക്റ്റ് 12 നിങ്ങൾ പഠിക്കുന്നു. ഇല്ലേ ഇല്ലേ ഇല്ലേ? നിങ്ങൾ എല്ലോണം തലാട്ടി ഒരു ബസ് ഇല്ലേ? ഇപ്പൊ നോമ്പ് അവൻ ഒരു കൊല്ലം ഉണ്ടാ ഉണ്ടാ ഇല്ലേ? യെസ് ഓർ നോ? ഇല്ലേ? ഉണ്ടു ഹബീബ. പക്ഷെ എങ്ങനെ പോയി നടന്നില്ല. നിങ്ങൾ നോക്കാല, കഴിഞ്ഞ കൊല്ലം നോമ്പ് തുറക്കുമ്പോ തിന്ന സമൂസന്റെ മണം ഇപ്പോഴും പോയിട്ടില്ല. നാളമല്ല മറ്റൊന്ന് പയ്യക്കും സമൂസ എന്നാനായി, റമളാൻ വരാനായി. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, നല്ല പോലെ കേട്ടോ, വളരെ കൃത്യമാണ്. ഹബീബായ റസൂലുള്ള പറയുകയാണ്, ലോകാവസാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. അതേ, ഹബീബായ നബി തങ്ങൾ പറയുന്നു, സമയം വളരെ സ്പീഡിൽ പോവുക, സമയം വളരെ ദ്രുതഗതിയിൽ പോവുക. അതേ, ദിവസങ്ങൾ, മാസങ്ങൾ, പിന്നെ മണിക്കൂറുകൾ പോയതുപോലെ, മണിക്കൂറുകൾ സെക്കൻഡുകൾ പോയതുപോലെ, അതുപോലെ തന്നെ മാസങ്ങൾ ആഴ്ച പോയതുപോലെ. ഖാല റസൂലുള്ളാഹ് ലാ തഖൂമു സഅതു ഹത്താ യതഖാറബു സമാൻ. സമയങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്ന ആ കാലം വരാത്ത കാലത്തോളം ലോകം അവസാനിക്കില്ല. സമയം വേം പോന്ന ഫീല് നിങ്ങൾക്കായെങ്കിൽ, സമയം പെട്ടെന്ന് പെട്ടെന്ന് പോകുന്ന ഒരവസ്ഥ വന്നു പോയാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഇനി കുറെ ടൈം ബാക്കിയില്ല. ഖാല റസൂലുള്ളാഹ് ഫതകൂനു സനതു കശ്ശഹരി. അവസാന കാലത്ത് ഒരു കൊല്ലം ഒരു മാസം പോലെ, വശഹറു കൽ ജുമുഅ, ഒരു മാസം ഒരാഴ്ച പോലെ, വതകൂനുൽ ജുമുഅതു കൽ യൗമി, ഒരാഴ്ച ഒരു ദിവസം പോയതുപോലെ, വയകൂനുൽ യൗമു കസ്സാ, അതെ, ഒരു ദിവസം ഒരു മണിക്കൂർ പോയതുപോലെ. സുബ്ഹാനല്ലാഹ്. വതകൂനു സഅതു കല്ലിറുമതി ബിന്നാർ. ഖാല റസൂലുള്ളാഹ്. സമയം ഭയങ്കര സ്പീഡാണ്, ഭയങ്കരമായ സ്പീഡാണ്. ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. മറക്കണ്ട, അല്ലാഹനെ മറന്നിട്ട് കളിക്കണ്ട. കണക്കിലേറെ സുഖങ്ങൾ അനുഭവിച്ച് ആർമാദിക്കണ്ട. ഞങ്ങൾക്ക് നാളെ പരലോകമാണ് ഞങ്ങളെ ലക്ഷ്യം. അല്ലാഹനെ കാണലാണ് ഞങ്ങളെ ലക്ഷ്യം. സ്വർഗത്തിലേക്ക് കടക്കലാണ് ഞങ്ങളെ പരമലക്ഷ്യം. ഈ ദുനിയാവിന്റെ ജീവിതമല്ല ഇത്. എങ്ങനെ ഉരുണ്ടുമറിഞ്ഞാലും, എങ്ങനെ അടിമേളായി ജീവിച്ചാലും, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, തിന്നാലും തിന്നില്ലെങ്കിലോ, നാളെയല്ല മറ്റൊന്ന് മരിക്കേണ്ടവരാണ്. പക്ഷേ പരലോകം അങ്ങനെയല്ല, അതിവിശാലമാണ്. ആ ലോകത്തിന് അവസാനമില്ല, അവിടെ മരണമില്ല. ഇമ്മാ ഫിൽ ജന്നതി വ ഇമ്മാ ഫിന്നാർ. ഒന്നുകിലോ കാലാകാലം സ്വർഗത്തില്, അല്ലെങ്കിൽ കാലാകാലം നരകത്തില്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ല, ദുനിയാവിന്റെ അവസ്ഥ എങ്ങനെ അറിയാ, ദുനിയാവിന്റെ അവസ്ഥ എങ്ങനെ അറിയാ, ദുനിയാവിന്റെ കോലം എങ്ങനെ അറിയാ. ദുനിയാവില് പ്രായം കൂടുന്തോറും ഞങ്ങളെ ഗ്ലാമർ കുറയുന്ന, ചന്തം കുറയുന്ന അല്ലേ? ദുനിയാവില് വയസ്സാകുമ്പോ ചന്തം കുറയുന്നയാ കൂടുന്നയാ? നിങ്ങക്ക് ബേജാറിക്കും ചെല്ലോനെ, എന്നും ചെല്ലോണെന്നെ. പിന്നെ അതിന് ബേജാറാക്കിയിട്ട് കാര്യമില്ലല്ലേ. പണ്ട് മംഗലാകുമ്പോ കണക്ക് നോക്കി എന്ത് ചെയ്യലുണ്ട് അതിന്. ഇനിയിപ്പോ മംഗലം കഴിഞ്ഞിട്ട് 10, 18, 20 കൊല്ലായി. പണ്ടത്തെ ചന്തൊന്നും ഇല്ല. മനസ്സിൽ ആശയുണ്ട് അന്നത്തെ പോലെ സൽമാൻ കാണാവണതിന്. പക്ഷെ നടക്കാൻ ദുനിയാവിന്റെ സ്റ്റൈലം തെറിഞ്ഞ പ്രായം കൂടുമ്പോ, ഏജ് കൂടുമ്പോ ഞങ്ങളെ ഗ്ലാമർ കുറയും, ആരോഗ്യം കുറയും, ചന്തം കുറയും. പക്ഷെ സ്വർഗം അങ്ങനല്ല. അല്ലാഹു ഹിസാബില്ലാതെ കടത്തി തരും. സ്വർഗം അങ്ങനെയല്ല. സ്വർഗത്തിന്റെ അഹ്ലുകാർ യസ്ദാദൂന ജമാലൻ വഹുസ്നാ കമാ യസ്ദാദൂന ഫിദ്ദുനിയാ ഹറമാ. സ്വർഗത്തിന്റെ അഹ്ലുകാർ നാളെ സ്വർഗത്തില് സമയം പോകുന്തോറും, ദിവസം കഴിയുന്തോറും, മാസങ്ങൾ കഴിയുന്തോറും, അവിടെ ജീവിക്കുന്ന കാലത്തോളം യസ്ദാദൂന ജമാലൻ വഹുസ്നാ, അവർക്കവിടെ ചന്തം കൂടിക്കൊണ്ടിരിക്കും കേട്ടോ, ചേല് കൂടും കേട്ടോ, ആരോഗ്യം കൂടും കേട്ടോ.
അവിടെ ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, മൂക്കട്ടയില്ല, മൂക്കൊലിപ്പില്ല. അവിടെ ലോൺ എടുക്കേണ്ടി വരല, കടം മേങ്ങിയോ തരാണ്ട് മുങ്ങല. അവിടെ വിഷമില്ല, ബേജാറില്ല. അത് സ്വർഗമാണ്. അതിലേക്ക് കടക്കാൻ കുറച്ച് റിസ്ക് ഉണ്ട്. സ്വർഗം ഇവിടെ ഒരു സ്വർഗം ഉണ്ടല്ലേ, പാണാജപുത്തൂറിന്റെ ഇടയിൽ അല്ലേ? അതല്ല, ആ സ്വർഗല്ലേ ഇത്. അതിന് റിസ്ക് ഉള്ള 8 രൂപ കൊടുത്താൽ കൊടുക്കണം അല്ലേ? ഇത് ആ സ്വർഗം. ആ സ്വർഗത്തിലേക്ക് എത്താൻ കുറച്ച് പണിയുണ്ട്. മഹാനായ اللهم صل على محمد جل اللهم صل جل اللهم صل على محمد وعلى آل محمد. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, അമ്മയുടെ മോനല്ല, ബെച്ചും ജല്ല് റളിയല്ലാഹു അൻഹു. ആര് ഇബ്രാഹിം അദ്ഹം? ചെറിയ ആളാ? സുബ്ഹാനല്ലാഹ്. ബൽക്കിയിലെ ഇബ്രാഹിം ഇബ്നു അദ്ഹമിൽ റളിയല്ലാഹ് 18 രാജ്യം വിട്ടവർ കരിമ്പുട ധരിച്ചിടുന്നേ. 18 രാജ്യം ഭരിച്ച രാജാവാണ്. ആദ്യകാലത്ത് തോന്നിവാസത്തിന്റെ ജീവിതമാണ്. ആദ്യകാലത്ത് ആഹ്ലാദത്തിന്റെ ജീവിതമാണ്. ഇബാദത്തില്ലായിരുന്നു, അള്ളാന്റെ പേടിയില്ലായിരുന്നു. അതേ ആദ്യകാലത്ത് ആഡംബരത്തിന്റെ ജീവിതോ, സുഖസമ്പദത്തിന്റെ ജീവിതോ, ആഹ്ലാദത്തിന്റെ ജീവിതോ, അള്ളാനെ മറന്നിട്ടുള്ള ജീവിതോ. പക്ഷേ പിന്നീട് ഒരു സുപ്രഭാതത്തിൽ മഹാനർക്ക് ബോധം വന്നപ്പോ അള്ളാവിലേക്ക് മടങ്ങി കൊട്ടാരം വിട്ടിറങ്ങിപ്പോയി. അധികാര ചെങ്കോല് വലിച്ചെറിഞ്ഞു, എല്ലാം വലിച്ചെറിഞ്ഞു. ഭാര്യ മക്കളെ പരിവാരങ്ങളെ ഉപേക്ഷിച്ചു ഇട്ടെറിഞ്ഞു. എനിക്കാരും വേണ്ട, റബ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബിനെ കാണണോ, എനിക്കെന്റെ റബ്ബിലേക്ക് എത്തണോ, എനിക്കെന്റെ അല്ലാഹുവിലേക്ക് എത്തണോ, എനിക്ക് അല്ലാഹനെ കാണണോ. അതുകൊണ്ട് ഇവിടെ ഈ കോലത്തിൽ ജീവിച്ചാ പറ്റല. ഇത് അല്ലാഹനെ മറന്നിട്ടുള്ള ജീവിതമാണ്. ഇത് സുഖസന്തോഷത്തിന്റെ ലോകമാണ്. ഇത് ഇബ്ലീസിന്റെ കെണിവല വിരിക്കപ്പെട്ട ലോകമാണ്. അതുകൊണ്ട് എനിക്ക് പോകണോന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു കൊട്ടാരം വിട്ടിറങ്ങുകയാണ്. ചരിത്രം കേട്ടതല്ലേ നിങ്ങൾ? തറക്തുൽ ഖൽഖ തുറം ഫീ റിളക വൈതംതുൽ ഇയാല ലികൈ അറാക. പടച്ചോനെ, നിന്നെ കാണാനാണ് എല്ലാം ഉപേക്ഷിച്ചത്. അല്ലാണ്ട് നാട്ടുകാരെ കടം കേൾക്കൂന്ന് പറഞ്ഞിട്ട് നാട് വിട്ടതല്ല. അല്ല നാട്ടുകാർ റോഡ് സൈഡിലിട്ടിട്ട് ഇട്ടിട്ട് ബാക്കിയിട്ട് തെരുമൂക്ക് പൊട്ടിക്കൂന്ന് പറഞ്ഞിട്ട് പാഞ്ഞതല്ല. ലികൈ അറാക, ലികൈ അറാക, നിന്നെ കാണണമല്ലോ, നിന്റെ പൊരുത്തം വേണമല്ലോ എന്നാഗ്രഹിച്ചിട്ട് ഇറങ്ങിപ്പോയ ഇബ്രാഹിം ഇബ്നു അദ്ഹം പിന്നെ വീട്ടിലേക്ക് വന്നില്ല, കൊട്ടാരത്തിലേക്ക് മടങ്ങിയില്ല, കൂട്ടുകുടുംബത്തിലേക്ക് വന്നില്ല. മക്കള് ബേജാറായി, ഉറ്റവർ ബേജാറായി. മോനതാ തെരഞ്ഞു നടന്നു ബാപ്പാന്. ബാപ്പാ മടങ്ങി വരണം ബാപ്പാ. അവിടെ മക്കള് ബേജാറിലാണ്. അധികാരമുണ്ടായിരുന്നു, സുഖമുണ്ടായിരുന്നു, കൊട്ടാരമുണ്ടായിരുന്നു, പരിവാരമുണ്ടായിരുന്നു. എല്ലാം ഉപേക്ഷിച്ച് കീറിപ്പറിഞ്ഞ് ഉടുമുണ്ടെടുത്തിട്ട് ഈ കോലത്തിൽ നടക്കുന്നത് കാണുമ്പോ വയറ് കത്തുന്ന ബാപ്പാ, കൽബ് കത്തുന്ന ബാപ്പാ, ബാപ്പ വരണോ. അങ്ങ് അറഫ മൈതാനിയിൽ എന്നാ ഒരു ചരിത്രം, അതല്ല വേറെ ഏതോ സ്ഥലത്താണ് എന്നാ പിന്നൊരു ചരിത്രം. ഇരിക്കട്ടെ, അവിടെ ബാപ്പാനെ കണ്ടപ്പോ മോൻ ചോദിച്ചു, ബാപ്പ വരണോ? അപ്പൊ ബാപ്പ പറഞ്ഞു, ഞാനില്ല. ഓനെ കാണണോ? എനക്ക് അല്ലാന്റെ പൊരുത്തം മതി. നിങ്ങൾക്ക് വേണ്ടിയതല്ല ഞാൻ അവിടെ ആക്കിയിട്ട് വെച്ചിട്ട് വന്നിന്, നിങ്ങൾക്ക് ഞാനെല്ലാം ചെയ്തിട്ട് വന്നിന്. നിങ്ങൾ അല്ലാനെ പേടിച്ചിട്ട് ചന്തത്തിൽ ജീവിച്ചോളാം, ഞാൻ ഈ കോലത്തിലായിക്കോളാം. എനക്കെന്നെ ദുനിയാവിന്റെ സുഖം വേണ്ട, എനക്കെന്റെ റബ്ബിനൊന്ന് കാണണോ, എനക്ക് അവന്റെ പൊരുത്തം ഒന്ന് കിട്ടണോ, അവന്റെ സ്വർഗത്തിലൊന്ന് കിടക്കണോ, ഹബീബായ നബി തങ്ങളെ പൂമുഖം അവിടെ കാണണോ. അതുകൊണ്ട് മോനെ എന്നെ തേടിയിട്ട് വരണ്ട, നീ പോയിക്കോ എന്ന് ചോദിച്ചപ്പോ എന്ന് പറഞ്ഞപ്പോ മോൻ കേട്ടു, ബാപ്പ ഇനി നിങ്ങളെ ഏട കാണോ. അപ്പൊ ബാപ്പ ചൊല്ലി, മോനെ
ഇനി നിനക്ക് എന്നെ കാണണമെങ്കിൽ നാളെ പരലോകത്തേക്ക് വരേണ്ടി വരും. അവിടെ ഏടെങ്കിലും തെമ്മാടികൾ നിൽക്കുന്ന ഭാഗത്ത് ഞാൻ ഉണ്ടാവും കുഞ്ഞെ അടക്കുപാ. അപ്പൊ മോൻ കേട്ട ആടില്ലെങ്കിൽ നീ സിറാത്ത് പാലത്തിന്റെ അടുത്ത് വാ, ആട് ഞാൻ ഉണ്ടാവും മോനെ. ആടുമില്ലെങ്കിൽ നരകത്തിന്റെ സൈഡിൽ ഉണ്ടാവും മോനെ. എന്റെ അമലൊന്നും ഇല്ലാത്തത് കൊണ്ട്, തെമ്മാടിത്തരം ചെയ്ത് ജീവിച്ചത് കൊണ്ട്, അല്ലാഹുവിനെ മറന്നിട്ട് ജീവിച്ചത് കൊണ്ട് ഒരു വേള മിക്കവാറും എനിക്ക് നരകമായിരിക്കും. പൊന്നുമോനെ എന്നെ അവിടെ കാണും. അതുകൊണ്ട് നീ എന്നെ അവിടെ വന്നിട്ട് തേടിയങ്ങ് മതി. ഇവിടെ എന്നെ തേടണ്ട, വിളിക്കണ്ട. അപവാണോറപ്പൾ മകനിൽ ജവാബ് ലേളൈ അരുമക്കാനിയെ നാം കാണും ഖിയാമനാളൈ. അവിടെ വെച്ചിട്ട് നമുക്ക് കാണാം. ഇനി ദുനിയാവിൽ എന്നെ തേടിയിട്ട് വരണ്ട, ഞാനില്ല മോന്, എനിക്ക് വേണ്ടി ദുആരക്കണമെന്ന് പറഞ്ഞിട്ട് ബാപ്പ പോകുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ടോയ്ലറ്റിൽ കയറി ഒരു മൂത്രിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ക്ഷീണിച്ചാന്നല്ലേ? ഒന്ന് നിൽക്കുന്നാന്ന്, ഒരു മിനിറ്റ്. നിർത്തുന്നെ അപ്പുറം പോയിരുണ്ടാ, ഞാൻ ഒന്ന് ദുആയിരുന്നിട്ട് പോയിറ. അതാണ് വലിയ കാര്യം. ഒന്ന് നിക്കി ചൊല്ലിയാ നബി സലാം അലൈക യാ റസൂൽ സലാം അലൈക യാ ഹബീബ് സലാം അലൈക സലവാത്തുല്ലാഹ് അലൈക യാ നബി. ക്ഷീണമുള്ളൊരു ബൈസിന്റെ ഓറിൽ ഇരുന്നോളി, അല്ലാത്തോറും طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي يا نبي سلام. ഇരിക്കി, അല്ലാഹു കബൂലാക്കട്ടെ. മുസ്തഫായ നബിതങ്ങളെ ഹദറത്തിലേക്ക് ഈ ചൊല്ലിയ സലാത്ത് എത്തിച്ചു കൊടുക്കട്ടെ. അമലും ഇബാദത്തൊന്നും ഇല്ലാത്ത ഞങ്ങൾക്ക് നാളെ പരലോക രക്ഷപ്പെടാനുള്ള വലിയ അമലായി അല്ലാഹു സ്വീകരിക്കട്ടെ. ഞങ്ങളെ കർമ്മങ്ങളിലെ കാര്യങ്ങളില് അല്ലാഹു ഇഖ്ലാസ് ഏറ്റി തരട്ടെ. ഞങ്ങളെ അമലും ഇൽമും അല്ലാഹു നന്നാക്കി തരട്ടെ. ഞങ്ങളെ ഭാര്യ മക്കള് വേണ്ടപ്പെട്ടവരായും ഞങ്ങളായും അല്ലാഹു കാക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു 2 മിനിറ്റ് ക്ഷീരണിയുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം വാങ്ങിയിട്ട് നിങ്ങൾ പോകാവൂ. ഏതായാലും ചെല്ലിയിട്ട് തുടങ്ങിയിട്ടായി ഇബ്രാഹിമിന് അദ്ദേഹം അതുകൊണ്ട് പൂർത്തിയാക്കുന്ന മഹാനൊരു ടോയ്ലറ്റിലേക്ക് കയറി മൂത്രിക്കാൻ. മൂത്രം വന്നിട്ട് അപ്പൊ പിന്നെ ബീത്തന്നെ പോണം. അതിനെ പിടിച്ചിട്ടൊക്കെ കയ്യ. ഞമ്മല്ല പെട്ട ചില ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു സോക്കേടുണ്ട്. പെണ്ണുങ്ങൾക്കാണത് ജോറു. പെണ്ണയല്ല ഓർക്കെപ്പോ നോക്കി മൂത്രത്തിൽ അല്ലേ, എപ്പോ നോക്കി മൂത്രത്തിൽ ഇൻസ്പെക്ഷൻ. ഒന്നാമത്തെ കാരണം വെള്ളം കുടിക്കാത്ത. അത് നമുക്ക് ആർക്കും ഇല്ല. ഞമ്മ കുടിക്കുന്ന തന്നെ ഒലക്ക പോലത്തെ പെപ്സിയും പിന്നെ ഒലക്ക പോലത്തെ കൊക്കക്കോള. നമുക്ക് അതന്നാണോ 4 തേക്ക് വരണമെങ്കിൽ, പൊക്കിള് വിരിയണമെങ്കിൽ അതന്നാണ്. ഹറാമെന്നല്ല, ഞാൻ ഹറാമ് ചെന്നില്ല. പക്ഷെ നല്ല ശുദ്ധമായ വെള്ളം ഒരു ദിവസം നല്ലോണം കുടിക്കണം. ചുരുങ്ങിയത് 2 ലിറ്റർ എങ്കിലും. ഇനിയുള്ള ടൈം നല്ലോണം ജാഗ്രത. അല്ലെങ്കിൽ ആശുപത്രി തന്നെ പോണ്ടി വരും. മൂത്രത്തില് കല്ലായിനി, മൂത്രത്തില് പാറായിനി ജലിച്ചു. പെണ്ണുങ്ങളെ കാണുന്നില്ലേ, എപ്പോഴും ഉള്ള ടാങ്കിന്റെ അവിടെ. എന്നിട്ട് ആശുപത്രി പോയിട്ട് ഡോക്ടർ ചെല്ലെന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കണം. നീറ് കുടിയിരി എണിച്ചിട്ട് വന്ന് തന്നെ നീരിന്റെ ഉള്ളു.
എന്ത് സംഗതി എന്താ നീർ കുടിക്കുന്നില്ല? ഇത് ഞങ്ങൾക്ക് വെച്ചിട്ട് വെളിമ്പിട്ട് തരുന്ന എന്നെ സമയം പോയി എന്നല്ലാതെ ആരോഗ്യം നോക്കിയിട്ട് അള്ളാഹു ഞങ്ങളെ ഉമ്മ പെങ്ങന്മാർ ഭാര്യ മക്കള് പെണ്ണുമക്കള് ഞങ്ങളുടെ ഒക്കെ ആരോഗ്യം അള്ളാഹു കാക്കട്ടെ. ആരോഗ്യം എന്നത് വലിയ നിയമത്താണ്. അള്ളാഹു മരണം വരെ അത് നിലനിർത്തി തരട്ടെ. അള്ളാഹു മരണം വരെ നിലനിർത്തി തരട്ടെ. കണ്ണടക്കുന്നത് വരെ അള്ളാഹു ഞങ്ങളെ ഒരാൾക്കും പിടിച്ചലാക്കാതിരിക്കട്ടെ. അപ്പൊ മൂത്രിക്കാനും മറ്റും മുട്ടിയും കൊണ്ടല്ലേ എന്നെ വേഗം ക്ലിയർ ആയിക്കൊള്ളണം. ഏതുവരെ അറിഞ്ഞ നിങ്ങ പള്ളിക്ക് നിസ്കരിക്കുന്നു വന്ന് അപ്പൊ അവിടെ ജമാഅത്ത് നടന്നുകൊണ്ടുണ്ടോ 3 റക്അത്ത് 2 റക്അത്ത് ആയിന് നിങ്ങൾക്ക് മൂത്രം നല്ലോണം മുട്ടീനും ചെല്ലെങ്കിൽ അങ്ങനായിന് നിങ്ങളെ കോലം. പക്ഷെ നിങ്ങൾ ബീത്തം പോയെങ്കിൽ ജമാഅത്ത് പോവും. ജമാഅത്തിൽ കൂടെങ്കിൽ ഇതും ഭയങ്കര ടൈറ്റ് ആവും പിന്നെയും. അപ്പൊ നിങ്ങൾ എന്താക്കണോ? നിങ്ങൾക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടാലും മോശമില്ല, നിങ്ങൾ പോയിട്ട് ബീത്തണം എന്നതാണ് മസാല. കാരണം മുട്ടിയിട്ട് നിസ്കരിക്കൽ കറാഹത്താണ്. എന്താ ഉസ്ത പോയിട്ട് ജമാഅത്തിന് കൂടെ എന്താനാ അയാള് വലല്ലാലും ചെന്ന മുന്നേ നീ അങ്ങനെ ആയിനിപ്പോ അയാളെ വലല്ലാലും നീ കാക്കാല അങ്ങനെ ആയിക്കൊണ്ടുള്ളൂ നീ ഇപ്പൊ. അപ്പൊ അറിയാണ്ട് വന്നു ആമീന്. അപ്പൊ അതിന് ചെല്ലേ പോയിട്ട് വേമ്പി തീറ് മൂത്രിക്കാനും ബീത്താനും മുട്ടിന്ന് കണ്ടെങ്കില് കാട്ടിക്കാനും പിന്നെ മുട്ടിന്ന് കണ്ടെങ്കില് നിസ്കരിക്കാൻ പോലും പാടില്ല. അത് കഴിച്ചിട്ട് സാധിപ്പിച്ചിട്ട് പിന്നെ നിസ്കരിച്ചോളണോ.